ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് സിനിമക്ക് പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. നരിവേട്ടക്ക് പോയി. എല്ലാരും ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നു അല്ലേ? എടാ ഡിസ്റ്റർബ്ഡ് അല്ല നീ? ഷിബുവിന്റെ മുഖം നോക്ക്, വേണുവിന്റെ മുഖം നോക്ക്. എല്ലാരും ഡിസ്റ്റർബ്ഡ് ആയിട്ടേ ഇല്ലേ അല്ലേ? അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മളെല്ലാം ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടക്കാണ് ഇവന്റെ ഒരു കൊച്ചു തമാശ അല്ലെ, വിഷ്ണുവിനെ കുറച്ച് കൊച്ചു തമാശ കേട്ടത്. നീ പറ നിന്റെ വിഷമങ്ങൾ, നീ പറ. അതായത് റൂമിന്റെ റൂമിലുള്ളവർക്ക് ഹിന്ദി അറിയാത്തതിന്റെ ഓരോ പ്രശ്നങ്ങൾ പറയായിരുന്നു. നീ പറയടാ. എടാ പറയുന്നില്ലടാ വേണം. അന്നേരം എന്താ സംഭവിച്ചേ പറ. ഇന്നലെ അവൻ പുറത്തിറങ്ങിയപ്പോ ആ പറയടാ. എന്തോ കണ്ട് ബംഗാളിനോട് എന്തോ പറഞ്ഞു, അത് മാറ്റണോന്ന് പറഞ്ഞു. എന്റെ നിലക്കാനല്ലേ നീ പറ. നിഷാദ് തുണി അലക്കാൻ ഇട്ടിട്ട് തുണി വിരിക്കാൻ വേണ്ടി പുറത്തിറങ്ങി റൂമിന്റെ. നമ്മൾ രണ്ടും കൂടി പുറത്തിറങ്ങിയപ്പോ അവന് വിഷമം, അപ്പൊ എന്നെ കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ രണ്ടും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴത്തേക്കിനും പട്ടിത്തീട്ട. നല്ല ശകുനം അല്ലേ? തുണി എടുക്കാൻ പോയി, ഇവരെ കണ്ടില്ലേ താഴത്ത് ബംഗാളിനടുത്തേക്ക് പോയി. ഇത് ക്ലീൻ ആക്കാൻ സാധനം അവിടെ ഒഴിവാക്കണ്ടേ? അപ്പൊ ഇത് ബംഗാളിയുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയത് ക്ലീൻ ആക്കണം? പട്ടിത്തീട്ടത്തിന്റെ ഹിന്ദി അറിയില്ല. നമ്മള് പറയാ ഈ സാധനം ക്ലീൻ ആക്കാനായിട്ടേ പട്ടിത്തീട്ട് ക്ലീൻ കരം. എന്നിട്ട് അയാളെന്ന് പറഞ്ഞേ അയാളെന്ന് പറയാനൊന്നും പറഞ്ഞില്ല. രാവിലെ സാധനം ഇല്ല. അപ്പൊ സംഭവം അതന്നെയെന്ന് പറഞ്ഞേ ഹിന്ദി. അപ്പൊ ഉച്ചയ്ക്ക് സിനിമ പോകുന്നുണ്ടോ? ഈ ഡിസ്റ്റർബ്ഡ് മൂഡൊക്കെ മാറ്റാൻ പറയടാ. ഇന്ന് മാരത്തോൺ സിനിമ മാരത്തോൺ ഇന്ന് ഫുള്ള് രാവിലെ 10 മണിക്ക് വൈകിട്ട് 7 മണിക്ക് പോത്തിന്റെ ചെലവിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അതെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. അതെ. ഇനിയിപ്പോ ഭയങ്കര സിനിമ ഡിസ്റ്റർബ്ഡ് ആയിട്ടേ ഇല്ല എല്ലാരും. നല്ല കിടില മേക്കിംഗ് കാര്യങ്ങളെല്ലാം. അതെ, നമുക്ക് അതിലൊന്നും ചെയ്യാൻ മസാല ചേർക്കുന്നതിന് ഒരു കണക്കുണ്ടല്ലേ? അതെ അതെ, നിങ്ങൾ നോളജ് ആ സംഭവം നടന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ അതെ മൊത്തത്തില് ടോവിനോന്റെ നല്ലൊരു പ്രകടനം, നല്ലൊരു അഭിനയം അല്ലേ? അതെ. ഇനിയിപ്പോ വൈകുന്നേരം നമ്മളിപ്പോ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇത് സീരിയസ് അല്ല, അപ്പൊ വൈകുന്നേരം കുറച്ചൊരു കോമഡി പടക്കളം കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രിഗർ ആക്കുന്നേ നമ്മളെ ട്രിഗർ ആക്കിയിട്ടാണ് പോലും ഇവൻ സിനിമക്ക് വരുന്നത്. അല്ലാണ്ട് നീ നമ്മളോട് ചോദിക്കുന്നല്ല. ഇന്നത്തെ മെസ്സേജ് ഉണ്ടേ 7 മണിക്ക് സിനിമക്ക് വരുന്നോന്നല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ട് കാണാം. ബൈ. 5 minutes later. hours later. ഇത് ഹനുമാൻ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് റൈസിൻ റെസ്റ്റോറന്റ്. ഇതാണ് ഗൈസ് റെസ്റ്റോറന്റ്, റൈസിൻ റെസ്റ്റോറന്റ്. ഗൈസ് പോത്തൻ പുതിയ വണ്ടി എടുത്തോണ്ട് അതിന്റെ ചെലവാണ്. നമുക്കെല്ലാം ചെലവ് തരാൻ വേണ്ടി വന്നിട്ടേ നമ്മളെല്ലാവരും ഉണ്ട്. എടാ നീ ഏതാ വണ്ടി എടുത്ത പോത്താ? ഏത് വണ്ടി എടുത്ത? ഗൊറില്ലയാണ് ഗൈസ് വണ്ടി. ഇന്ന് കാണിച്ചു തരാൻ പറ്റുമോ വണ്ടി? വണ്ടി കാണിച്ചു തരാൻ പറ്റൂല ഗൈസ്. അങ്ങനെ നമ്മളിപ്പം റൈസിൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ള മടിവാള
അയ്യപ്പൻ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് മുട്ടയപ്പം അൽഫാമാണ്. വേണുവിൻ്റെ സജഷനാണ്. പോത്തൻ വണ്ടി മേടിച്ചതിൻ്റെ ചിലവാണ്. ഗൈസ് അങ്ങനെ നമ്മൾ സാധനം പറഞ്ഞിട്ടുണ്ട്. സാധനം വന്നിട്ട് കാണാം. പോത്തൻ്റെ വക ചിലവാണ്. പോത്തൻ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ളത് നമ്മുടെ മാതിരി ഓർഡർ ചെയ്യലുണ്ട്. വേണു ഓർഡർ ചെയ്തിട്ടുള്ളത്. വേണുവല്ല ഇങ്ങോട്ട് വേണു ഈച്ചനടിച്ച് കളിക്കുന്നായിരുന്നു. ആ കൈനെ കൊണ്ടല്ലാണെങ്കിൽ നീ തിന്നാൻ പോയി. ഗൈസ് വി വോൺ നൗ യു വിൻ വിത്ത് ട്രാൻസ് അല്ലേ? ട്രാൻസ് അതാ വേണൊരു ബാക്കിൽ വെക്ക് ടീഷർട്ടിന്റെ. ഇരിക്കുന്ന ഓർഡറിൽ ചെറിയ അറേഞ്ച്മെന്റിൽ ഒരു വ്യത്യാസം വരുത്തി. എല്ലാവരും ഒരു സൈഡിലാണ് ഉള്ളത്. വേണു, ശിവു, മനീഷ്, വിഷ്ണു, പോത്തൻ്റെ ചെലവ്. ഹായ് പോത്ത, ഹായ് കൊടുക്ക്. ഗൈസ് സാധനം വരാൻ തുടങ്ങി. സാധനം വന്നിട്ടുണ്ട് ഗൈസ്. മുട്ടയപ്പവും അൽഫാമും ഓരോന്നായിട്ട് വരുന്നുണ്ട്. വി ആർ വെയിറ്റിംഗ്. വി ക്യാൻ സ്റ്റാർട്ട്. പോത്തനുള്ളത് വരുന്നുണ്ട് ഗൈസ്. സാധനം വന്നിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിലൊക്കെ കിട്ടും കേട്ടോ. തളിപ്പറമ്പ് കിട്ടുന്ന സാധനമാണ്. തളിപ്പറമ്പ് കരീംസ് റെസ്റ്റോറൻറ്റിൽ മുട്ടയപ്പവും അൽഫാമും അതാണ് എല്ലാവരും ഓൺ ദ റെഡി ആയിട്ടാണ് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. വേണു കഴിഞ്ഞു. എല്ലാവരും ഏകദേശം തീരുമാനമാവാനായി. അല്ലേ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന്. പോത്ത ഫുഡ് അടിപൊളിയായിരുന്നാ? അഭിപ്രായം എന്നാ? ഇഷ്ടപ്പെട്ടില്ല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ ഫുഡ് ഇഷ്ടപ്പെട്ടിനാ ശിവു? മനീഷ ഫുഡ് ഇഷ്ടപ്പെട്ടിനാ? ഫുഡ് കുഴപ്പമില്ല, എനിക്കും ഇഷ്ടപ്പെട്ടിനി. ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. പോത്തന്റെ വണ്ടീന്റെ റിവ്യൂ ഉണ്ടേ ഗൈസ്. ചെലവ് എന്തിനാന്ന് പറഞ്ഞു. പോത്ത പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. അതിന്റെ ചെലവാണ്. നമ്മളെല്ലാം തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ബൈ.